തന്റെ ആദ്യ ഭർത്താവിൽ നിന്നും താൻ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയത്. നടൻ ബാലയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ടായിരുന്നു എലിസബത്ത് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത്. ബാലയും എലിസബത്തും പേർപിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ച് പലരും തിരക്കിയിരുന്നുവെങ്കിലും ഇതിനൊന്നും തന്നെ ഉത്തരം നൽകാതെ മാറി നിൽക്കുകയായിരുന്നു താരങ്ങൾ. എന്നാൽ ഇപ്പോൾ ഇത് എലിസബത്തിന്റെ തുറന്നു പറച്ചിലുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ബാല ഇന്ന് മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുകയാണ്. തമിഴ്നാട് സ്വദേശിയായ കോകിലയാണ് ബാലയുടെ മൂന്നാം ഭാര്യ. എന്നാൽ ഇപ്പോൾ ഇതാ താൻ മാനസികമായി തകർന്നിരുന്ന സമയത്ത് ബാലയ്ക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അമൃത സുരേഷ് തന്നെ സമീപിച്ചിരുന്നുവെന്നും നടന്റെ മൂന്നാം ഭാര്യയായ എലിസബത്ത് ഉദയൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു. എലിസബത്ത് ഉദയനെ പിന്തുണയ്ക്കാൻ താനും സഹോദരിയും ശ്രമിച്ചിരുന്നു എന്ന അഭിരാമി സുരേഷിന്റെ കമന്റിനോടാണ് എലിസബത്ത് പ്രതികരിച്ചെത്തിയത്. എന്നെ പിന്തുണയ്ക്കാൻ ശ്രമിച്ചതിൽ നന്ദി എന്നായിരുന്നു എലിസബത്ത് രേഖപ്പെടുത്തിയത്. അതേസമയം നിരവധി പേർക്ക് മറുപടിയായിട്ടും എലിസബത്ത് രംഗത്തെത്തി. എലിസബത്ത് ഉദയന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആരെയും ഇനിയും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് എലിസബത്ത് പറയുന്നത്. അമൃതയുടെയും അഭിരാമിയുടെയും പേരെടുത്ത് പറയാതെയാണ് എലിസബത്തിന്റെ പ്രതികരണം. കുറച്ചു കഴിഞ്ഞാൽ എന്നെ പിന്നിൽ നിന്നും ഇവർ കുത്തുമോ എന്ന് എങ്ങനെ അറിയും? ഞാനൊരു പ്രാവശ്യം ഇത് അനുഭവിച്ചതാണ്. എൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ ഞാൻ ഒരിക്കലും പുറത്തു പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എൻ്റെ സമ്മതം കൂടാതെ പുറത്തു വിട്ടതാണ് പലരും. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യും. എനിക്ക് ചാവാനും പേടിയില്ല. പോലീസ് സ്റ്റേഷനിൽ കിടക്കാനും പേടിയില്ല. വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്താൽ മതി. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: എന്നെപ്പോലെ അറിയാതെ വന്ന് മറ്റൊരാളും വലയിൽ ചെന്ന് കുടുങ്ങരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റിസ്ക് ഉണ്ട്, കേസ് വരും എന്നൊക്കെ അറിഞ്ഞു തന്നെയാണ് ചെയ്യുന്നത്. നാളെ വന്നിട്ട് വീട്ടിൽ കയറി വെട്ടുമെന്നൊക്കെ അറിയാം. കാരണം ഇങ്ങനെയൊക്കെ ഭയപ്പെട്ടേ മതിയാകൂ. കാലം അങ്ങനെയാണ്. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി. എന്നാൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതെ തരുന്നാൽ മതി. ഞാൻ എൻ്റെതായ രീതികൾ മുന്നോട്ട് പോവുകയാണ്. ആരും എന്നെ ശല്യം ചെയ്യരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ എലിസബത്ത് പറയുന്നത്. നിരവധി പേരാണ് എലിസബത്തിന്റെ വാക്കുകൾക്ക് സപ്പോർട്ടുമായി എത്തിയത്. നിങ്ങളൊരു സ്ട്രോങ് ലേഡിയാണ്, ഇനിയും ഒരുപാട് പൊരുതണം എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും കുറിച്ചത്.